ഇന്ന് ജൂലൈ 22 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ആദ്യത്തെ തമിഴിലെ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട കോൺ സിറ്റി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അർജുൻ ദാസ് നായകനെത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം നാളെ അർദ്ധരാത്രി 12 മണിയോടെ ജൂലൈ 24 നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ആകുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള പാനന്തൻ ഭാഷകളിൽ സിനിമ ലഭ്യമാകുന്നതാണ്. അടുത്തത് ഹീമാന്റെ സിനിമ കൂടിയായ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായി കഴിഞ്ഞിരിക്കുകയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു, മലയാളം, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ലഭ്യമാണ്. ഒരു ഹിന്ദി ഡയറക്റ്റ് OTT സീരീസ് കൂടി അടിച്ച് OTT റിലീസ് ആകുന്നുണ്ട്. മുസാഫിർ കഫേ എന്നാണ് സീരീസിന്റെ പേര്. സീരീസ് മറ്റന്നാൾ ജൂലൈ 24 നെറ്റ്ഫ്ലിക്സിൽ പാനന്തൻ ഭാഷകളിൽ OTT റിലീസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തമിഴിൽ നിന്നുള്ള ഒരു സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഈഗോ രാമൻ എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈം, സിംപിളി സൗത്ത് ഉൾപ്പെടെയുള്ള OTT പ്ലാറ്റ്ഫോമുകളിൽ ഈ ആഴ്ച സിനിമ ലഭ്യമാകാൻ സാധ്യതകളുണ്ട്. കലിംഗ എന്ന സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയം ഏറ്റുവാങ്ങിയ ധ്യാൻ ശ്രീനിവാസൻ, അൽത്താഫ് സലിം തുടങ്ങിയവർ അഭിനയിച്ച സിനിമയാണല്ലോ. ചിത്രവും നാളെ അർദ്ധരാത്രി 12 മണിയോടെ ജൂലൈ 24 സൺ നെസ്റ്റിൽ OTT റിലീസ് ആകുന്നതാണ്. അവസാനത്തേത് ഒരുപാട് മലയാളികൾ കാത്തിരുന്ന പള്ളിച്ചട്ടമ്പി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ടൊവിനോയെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത കയാദു ലോഹർ, പൃഥ്വിരാജ്, ഒപ്പം തന്നെ വിജയരാഘവൻ, ബാബുരാജ് തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമ സോണി ലിവിൽ ജൂലൈ 24 OTT റിലീസ് ആകുമെന്നാണ് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ പതിവ് സോണി ലിവിന്റെ മലയാളം സിനിമകളുടെ OTT റിലീസുകളുടെ അതേ രീതിയിൽ നാളെ ജൂലൈ 23 വൈകിട്ട് 6 മണിക്ക് ശേഷം ഏത് സമയത്തും സിനിമ OTT റിലീസ് ആകുന്നതാണ്. പാൻ ഇന്ത്യൻ ഭാഷകളിൽ പള്ളിച്ചട്ടമ്പി ലഭ്യമാകും. കാത്തിരിക്കാം സിനിമയ്ക്കായിട്ട്.